കേരള കലോത്സവത്തിൽ നടന്ന ഒരു സംഭവമാണത്. സ്വന്തം സഹപാഠി വീണ് കിടന്നിട്ടും ആ കുട്ടി നെഞ്ഞത്തും അവിടെ ഇവിടെയൊക്കെ കൈകൊണ്ട് ഇതാക്കുമ്പോഴൊക്കെ അവരെ ഒന്ന് മെയിൻറ്റ് ചെയ്യാനുള്ള മനസ്സ് പോലും ഒപ്പം കളിക്കുന്ന സഹപാഠികൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനാണോ സൗഹൃദം എന്ന് പറയുന്നത്? ഇതാണോ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടില്ല, ഗ്രേഡുകൾ കുറയരുത്, അല്ലെങ്കിൽ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്ന് പറയുന്ന ഗ്രേഡുകൾ കുറയരുത്, റാങ്ക് കുറയരുത് എന്നാണോ നിങ്ങളോട് പറഞ്ഞിരുന്നത്? നമ്മൾ നായ്ക്ക് 4000 വട്ടം പറയുന്ന കാര്യമല്ലേ? സെക്കൻഡിന്റെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ തന്നെ ഇല്ലാതായേക്കാന്ന്. ആ കുട്ടി വീണ് കിടന്നൊരു 1 മിനിറ്റിലും മുകളിലാണ് നിങ്ങൾ ആ സ്റ്റേജിൽ പെർഫോം ചെയ്തത്. ഇതിന് ഉത്തരവാദിത്വം നിങ്ങളാണ്. നിങ്ങളുടെ അധ്യാപകരെയോ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരെയോ അല്ല കുറ്റം പറയുന്നത്. നിങ്ങളുടെ കൂടെയുള്ള സഹപാഠി വീണ് കഴിഞ്ഞാൽ ശരിയാണ്, കലോത്സവ വേദികളാണ്, ഒരു ചെറിയ അശ്രദ്ധ, അവിടെ കളിക്കുന്ന 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 3 സെക്കൻഡ് 3 മിനിറ്റ് ഒക്കെയാണ് വിധി കർത്താവിന്റെ മുന്നിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്വന്തം സഹപാഠികൾ, സ്വന്തം കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കൂടെ കളിക്കുന്ന ഒരു കൂട്ടുകാരന് സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് തോന്നും? നിങ്ങളുടെ അധ്യാപകർ ഇതാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്? നിങ്ങളതിൽ പറയുന്നൊരു കാര്യമുണ്ട്, കർട്ടൻ ഇടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങളുടെ സഹപാഠി ചോരയിൽ കുളിച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ കർട്ടൻ ഇടുന്നവരെ അവിടെ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ മരിച്ച് വീണ് കെടുക്കുകയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യും. അവിടെ നിങ്ങൾ മറ്റുള്ളവരെ വാക്കല്ല കേൾക്കണ്ട്. നിങ്ങൾക്കായിട്ടൊരു തീരുമാനം ഉണ്ടാവും, ആ തീരുമാനം നിങ്ങളവിടെ നടപ്പാക്കണം. അല്ലാതെ ഇത് കൂട്ടുകാരിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യല്ല. പിന്നെ ഇതിന്റെ സംഘാടകരോട് പറയാനുള്ള, ഇങ്ങനത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വേഗം കർട്ടൻ ഇടാനുള്ളത് സംവിധാനം ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത് കാണുന്നവര് ആ കുട്ടിയെ എടുത്ത് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കണം വേഗം. കാരണം ചിലപ്പോൾ ആ 1 മിനിറ്റ് ആയിരിക്കും ആ കുട്ടിയുടെ ജീവൻ ഏറ്റവും വിലപിടിപ്പുള്ളത്. ദൈവം വിളിച്ചാൽ ആരും ഏത് ടൈമിനും പോകും. പക്ഷെ ആ 1 സെക്കൻഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ അവസാന നിമിഷമായിരിക്കും അത്. ഇതൊക്കെയാണോ നിങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന മാതൃക? ഇതാണോ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന, അധ്യാപകർ കൊടുക്കുന്ന മാതൃക? സ്വന്തം സഹപാഠി വീണ് കിടന്നിട്ട് പോലും സഹായിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ശരിയാണ്, കലോത്സവ വേദികളാണ്, ഗ്രേഡ് മാർക്ക് കുറയും, ജില്ലക്കത് നഷ്ടമാകും. ശരിയാണ്, നിങ്ങൾ പറയുന്നതിനോട് നമ്മൾ യോജിക്കുന്നു. പക്ഷെ സ്വന്തം സഹപാഠി അങ്ങനെ കെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സ്, കാരണം ജീവൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തും നേടിക്കാം. വേദികൾ ഇനിയും വരും, അവസരങ്ങൾ ഇനിയും കിട്ടും. അപ്പൊ അതിനനുസരിച്ച് പെർഫോമൻസ് ചെയ്യാം. കാരണം അങ്ങനെ വീണ് കെടുക്കുന്ന കുട്ടികളെ ഒന്നല്ലെങ്കിൽ സംഘാടകർ നിങ്ങളെ ഈ നിയമാവലിയിൽ കൊണ്ടുവരണം. നിങ്ങളുടെ പരിപാടിന്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ മാറ്റും, നിങ്ങൾ ബാക്കി പെർഫോം ചെയ്യുക. എന്നിട്ട് ആരാണോ എന്താണോ സംഭവിച്ചത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം നിങ്ങൾ ആ സഹപാഠിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രേഡ് മാർക്ക് കിട്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഉപകാരമുള്ളത്? മരണം വരെ ആ ഒരു സങ്കടത്തിലിരിക്കാനോ? ഇതെല്ലാം നിങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട മാതൃക. ഞാൻ ഇതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മളൊക്കെ കലോത്സവ വേദികളിൽ പങ്കെടുത്തതാണ്. ഞാനൊക്കെ കലോത്സവ വേദികളിൽ പങ്കെടുത്ത ആളാണ്. നമുക്ക് തരുന്ന വിധി കർത്താവ് നമുക്ക് തരുന്ന ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നതിനാണ് അവർ മാർക്കിടുള്ളൂ. 100 വേദികളിൽ ഫസ്റ്റ് കിട്ടിയ 101ാമത്തെ വേദികളിൽ നമുക്ക് തരുന്ന 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ആ മിനിറ്റിൽ എന്താണോ നമ്മളാ കാണിക്കുന്നത് അതിനാണ് അവിടെ ഇരിക്കുന്ന വിധികർത്താവ് വിധി ചെയ്തോളൂ. നിങ്ങളുടെ സഹപാഠിയാണ് ആ വീണ് കിടക്കുന്നത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ സമൂഹം മൊത്തം കുറ്റം പറയുള്ളൂ. അത് നിങ്ങൾ ഓർത്താൽ മതി. അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ പറഞ്ഞു വിടരുത്.